GSTൻ്റെ 7ാം വാർഷികം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ടാക്സ് പെയർ വിഭാഗത്തിലുള്ളവരും ടാക്സ് കൺസൾട്ടൻ്റ് മേഖലയിലുള്ളവരും നേരിട്ടിരുന്ന പല പ്രശ്നങ്ങളിലും ഒന്ന് ടെക്നിക്കൽ പ്രശ്നങ്ങളുമുണ്ട്, ലീഗൽ പ്രശ്നങ്ങളുമുണ്ട്. ഒട്ടനവധി റെപ്രസെൻറ്റേഷൻസ്, ഒട്ടനവധി കേസുകൾ, കുന്നുകൂടലുകൾ, ഇത്തരം കാര്യങ്ങൾക്കൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് എല്ലാം. ശാശ്വതമായ പരിഹാരം അല്ലെങ്കിലും നിലവിൽ ചെയ്യാൻ പറ്റുന്ന പരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന അത്രയും പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ GST കൗൺസിൽ പല തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത്. അതായത് ITCA ബേസ്ഡ് ആണെങ്കിലും 16(2) സപ്ലയർ അടച്ചതിൻ്റെ പ്രൂഫ് വേണം, 16(4) വഴി അടയ്ക്കാൻ പാടില്ല എന്നുള്ള വിഷയം. ഇതിന് മാത്രം. അപ്പോൾ ഇത്രയും ഇവിടെ ഗവൺമെൻറ് ഈ GST കൗൺസിലിലൂടെ കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു മാറ്റം അത്തരം ലിറ്റിഗേഷൻ്റെ എണ്ണം കുറക്കുക എന്നുള്ളതാണ്. പക്ഷെ അതൊരു പരിപൂർണ ശാശ്വത പരിഹാരമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും പറയേണ്ടതായിട്ട് വരും. ഇൻപുട്ട് ടാക്സ് ആണ് ഇതിൽ ഏറ്റവും വലിയ ഭീകരമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം. അന്നും അതെ, ഇന്നും അതെ. സെക്ഷൻ 16(2)(c)യും സെക്ഷൻ 16(4)(മാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ലിറ്റിഗേഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മേഖല. പക്ഷെ അതൊരു പരിപൂർണ ശാശ്വത പരിഹാരമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും പറയേണ്ടതായിട്ട് വരും. നിയമം അനുസരിച്ച് സമയാസമയങ്ങളിൽ അടയ്ക്കേണ്ട തുക അടയ്ക്കുന്നവനും പലിശ അടയ്ക്കുന്നവനും പെനാൽറ്റി അടയ്ക്കുന്നവനും ഒക്കെ വിഡ്ഢിയാവുന്ന ഒരു ഭീകര പിക്ചറാണ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ, നേരത്തെ നമുക്കറിയാം ലേറ്റ് ഫീ, വൈകി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് ഒരു റിട്ടേൺ 10,000 രൂപ വെച്ച് അടച്ച എത്രയോ വ്യാപാരികളുണ്ട്. അവർ നിയമത്തെ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് വന്ന മാറ്റം അനുസരിച്ച് ആ ലൈറ്റ് ഫീ എല്ലാം എടുത്തു കളയുകയും കേവലം 500 രൂപയായിട്ട് ക്യാപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്തപ്പോൾ ഈ പൈസ അടച്ചവന് ഒരു റിലീഫ് കൊടുക്കാൻ ഗവൺമെൻറ് ശ്രദ്ധിച്ചില്ല. ഒരു GST നോട്ടീസ് കിട്ടിയാൽ ആദ്യം നോക്കേണ്ടത് ഇവർ എന്ത് സെക്ഷനാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്, ഞാൻ ചെയ്ത തെറ്റെന്താണ്, അതുപോലെ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിലുള്ളതാണോ അല്ലയോ, ഇതിൻ്റെ കാൽക്കുലേഷൻ ശരിയാണോ, ഇവിടെ ഡ്യൂപ്ലിക്കേഷൻ സംഭവിച്ചിട്ടുണ്ടോ. നമ്മൾ എന്ത് കണ്ടു കഴിഞ്ഞാലും പാനിക്കായിട്ട് കാര്യമില്ല, പരിഹാരമാണല്ലോ വേണ്ടത്. നമ്മൾ ഇതിനു മുമ്പും പല വിഷയങ്ങളായിട്ട് ഫേസ് ടു ഫേസിൽ വന്നിരുന്നു. ഇന്നിപ്പോൾ ഫേസ് ടു ഫേസിൽ നമുക്ക് വന്നിരിക്കുന്ന അതിഥി ആസിഫ് സാറാണ്. അദ്ദേഹം റിട്ടയർഡ് സെയിൽസ് GST ഓഫീസറായിരുന്നു. സാറ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് GST മേഖലയിൽ. ഞാൻ GST പ്രാക്ടീഷണറാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ ഉദ്ദേശിക്കുന്നത് GST നിലവിൽ വന്ന് ഇപ്പോൾ 7 വർഷം പിന്നിട്ടു. 7 വർഷം പിന്നിട്ട അവസരത്തിൽ നമുക്ക് തുടങ്ങിയ സമയത്ത് മുതൽ ധാരാളം വിഷയങ്ങൾ GST ഫയലിംഗ് സംവിധാനത്തിലും GST അസസ്മെൻറ്റിൻ്റെ മേഖലയിലും മറ്റ് GST പേയ്മെൻറ്റുകൾ സമയത്ത് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റാതെ വരുന്ന വിഷയങ്ങൾ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. ഈ ഒരു അവസരത്തിൽ പല വിഷയങ്ങളും പൊങ്ങി വരികയും അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് അതിന് വേണ്ട പരിഹാര നിർദ്ദേശങ്ങളും പല സർക്കുലേഴ്സായിട്ടും അമെൻമെൻറ്റ്സ് ഒക്കെ ആയിട്ട് വന്നിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ഇന്നിപ്പോൾ GST നിലവിൽ വന്ന് 7 വർഷം പിന്നിട്ട് കഴിയുമ്പോഴത്തേക്കും അവസാനത്തെ GST കൗൺസിലിൽ വന്ന മാറ്റങ്ങൾ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കുറേയധികം ഗുണം വ്യാപാരി വ്യവസായ മേഖലയ്ക്ക് കുറേയധികം ഗുണം വരുന്ന മാറ്റങ്ങളായിരുന്നു ആ കൗൺസിലുണ്ടായ തീരുമാനം. അതിൻ്റെ കുറേ എല്ലാം നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്നു കഴിഞ്ഞ സർക്കുലേഴ്സും ഇനി വരാനും ആക്ട് അമെൻഡ് ചെയ്ത് വരാനുള്ളതും ഇപ്പോഴും പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. സർ നമസ്കാരം. എന്താണ് ഇപ്പോഴത്തെ ഈ GSTയിൽ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോഴത്തേക്കും പല നോട്ടീസുകളും, അതായത് 2017-18 തുടങ്ങി 2019-20 വരെയുള്ള അതിൻ്റെ നോട്ടീസുകൾ ഓൾമോസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. 1920 ഇപ്പോൾ ഓഗസ്റ്റിൽ നോട്ടീസ് വരും, ഉടനെ തന്നെ ഓർഡർ വരും. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്താണ് സാറിൻ്റെ ഒരു ഇതുവരെയുള്ള എന്താണ് എക്സ്പീരിയൻസ്? സന്തോഷം പറഞ്ഞതുപോലെ GSTൻ്റെ 7ാം വാർഷികം പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ടാക്സ് പെയർ വിഭാഗത്തിലുള്ളവരും ടാക്സ് കൺസൾട്ടൻ്റ് മേഖലയിലുള്ളവരും നേരിട്ടിരുന്ന പല പ്രശ്നങ്ങളിലും ഒന്ന് ടെക്നിക്കൽ പ്രശ്നങ്ങളുമുണ്ട്, ലീഗൽ പ്രശ്നങ്ങളുമുണ്ട്. ടെക്നിക്കൽ പ്രശ്നങ്ങൾ നമുക്കറിയാം. ആദ്യം വിഭാവനം ചെയ്ത GSTR 1, 2, 3 എന്നുള്ള പാറ്റേൺ നടപ്പിലാക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല.
അപ്പോൾ 1, 2, 3 ഫെയിലിയർ ആയപ്പോൾ അതിന് ബദലുകൾ തേടിക്കൊണ്ട് GSTR 2A കൊണ്ടുവന്നു. അതെ, പാച്ച് വർക്ക് പോലെ GSTR 2A കൊണ്ടുവന്നു. അതൊന്നും ആദ്യത്തെ ഉദ്ദേശിച്ച കോൺസെപ്റ്റിന് പരിഹാരമൊന്നും അല്ല. എങ്കിലും GSTR 2A കൊണ്ടുവന്നു, GSTR 2B കൊണ്ടുവന്നു, ഇപ്പോൾ GSTR 1A കൊണ്ടുവന്നു. ഇതൊക്കെ ടെക്നിക്കൽ സൈഡിൽ വ്യാപാരികളുടെ പരാതികൾ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു വശം. മറുവശത്ത് ലിറ്റിഗേഷൻ, ലീഗലായിട്ടുള്ള പ്രശ്നങ്ങൾ, നിയമപരമായിട്ടുള്ള പല പോരായ്മകളും തർക്കങ്ങളും അന്ന് തൊട്ട് ഇന്ന് വരെ തുടർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം രണ്ട് കാരണങ്ങൾ മൂലവും വ്യാപാര സമൂഹവും മറ്റും നേരിട്ട പ്രശ്നങ്ങൾക്ക് കുറെ പരിഹാരം എന്നുള്ള നിലയിൽ ഒട്ടനവധി റെപ്രസെൻറ്റേഷൻസ്, ഒട്ടനവധി കേസുകൾ, കുന്നുകൂടലുകൾ, ഇത്തരം കാര്യങ്ങൾക്കൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് എല്ലാം. ശാശ്വതമായ പരിഹാരം അല്ലെങ്കിലും നിലവിൽ ചെയ്യാൻ പറ്റുന്ന പരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന അത്രയും പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ GST കൗൺസിൽ പല തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ സന്തോഷ് പറഞ്ഞതുപോലെ പണ്ട് GSTR റിട്ടേൺ ഫയൽ ചെയ്തതിൽ വന്ന മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതോ അവരെ നിർബന്ധിതരായി തീർന്ന പല സാഹചര്യങ്ങളും ഉണ്ട്. കാരണം ഇൻപുട്ട് ടാക്സ് ആണ് ഇതിൽ ഏറ്റവും വലിയ ഭീകരമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം. അന്നും അതെ ഇന്നും അതെ. അതിൽ ഇൻപുട്ട് ടാക്സ് സപ്ലയർ ഔട്ട്പുട്ട് ടാക്സ് അടച്ചാലേ ഇൻപുട്ട് ടാക്സ് കിട്ടുള്ളൂ എന്നുള്ള മാറ്റങ്ങൾ അത് 2A പ്രതിഫലിക്കണം. അത് അടച്ചാൽ മാത്രം പോരാ, നിശ്ചിത സമയം ആക്ച്വലി പറയുന്ന സമയത്ത് തന്നെ അടച്ചില്ലെങ്കിൽ അടച്ചിട്ടും കാര്യമില്ല. ആ ഒരു പ്രശ്നം കൂടെയുണ്ട്. അതാണ് സെക്ഷൻ 16(2)(C)യും സെക്ഷൻ 16(4)മാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ലിറ്റിഗേഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മേഖല. അതായത് ITCA ബേസ്ഡ് ആണെങ്കിലും 16(2) സപ്ലയർ അടച്ചതിൻ്റെ പ്രൂഫ് വേണം, 16(4) വഴി അടയ്ക്കാൻ പാടില്ല എന്നുള്ള വിഷയം ഇതിന് മാത്രം. അപ്പം ഇത്രയും ഇവിടെ ഗവൺമെൻറ് ഈ GST കൗൺസിലിലൂടെ കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു മാറ്റം അത്തരം ലിറ്റിഗേഷൻ്റെ എണ്ണം കുറക്കുക എന്നുള്ളതാണ്. പക്ഷെ അതൊരു പരിപൂർണ ശാശ്വത പരിഹാരമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും പറയേണ്ടതായിട്ട് വരും. അത് അവിടെ നിൽക്കുമ്പം ഈ 16(2)ഉം 16(4)ഉം ഇപ്പോൾ പറയുന്ന റിലീഫ് പ്രകാരം 2020-21 വരെയുള്ള ഇതിനാണ് ഒരു സർക്കുലർ പ്രകാരം സർക്കാർ ഇത് കൊടുത്തിരിക്കുന്നത്. തുടർന്നുള്ള വർഷങ്ങളിലും ഈ വിഷയങ്ങള് മുഴിച്ചു വരാനുള്ള സാധ്യതകൾ നിൽക്കുന്നുണ്ടാവും. മാത്രമല്ല ഈ 17-18 മിക്കവാറും ഫസ്റ്റ് അപ്പീലൊക്കെ ഓർഡർ വന്നിട്ടുണ്ടാവും. അപ്പം പല ആൾക്കാരും കൊണ്ട് പലിശയും പെനാൽറ്റിയും എല്ലാം അതിൻ്റെ തുകയും എല്ലാം അടച്ചിട്ടുണ്ടാവും, ടാക്സ് എമൗണ്ട് അടച്ചിട്ടുണ്ടാവും. അവർക്ക് ഈ പറയുന്ന ബെനിഫിറ്റ് ഇതിപ്പോൾ വന്നിരിക്കുന്ന ഈ ഇതുകൊണ്ട് എന്തെങ്കിലും റിലീഫ് ഉണ്ടാവുമോ, അതോ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? അതാണ് വളരെ രസകരമായ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. GSTയിൽ വന്നിട്ടുള്ള ആനുകൂല്യങ്ങളോ പ്രഖ്യാപനങ്ങളോ എല്ലാം തന്നെ നൽകുന്ന ഒരു നെഗറ്റീവ് മെസ്സേജ് ഉണ്ട്. ആ നെഗറ്റീവ് മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നിയമം അനുസരിച്ച് സമയാസമയങ്ങളിൽ അടയ്ക്കേണ്ട തുക അടയ്ക്കുന്നവനും പലിശ അടയ്ക്കുന്നവനും പെനാൽറ്റി അടയ്ക്കുന്നവനും ഒക്കെ വിഡ്ഢിയാവുന്ന ഒരു ഭീകര പിക്ചറാണ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ, നേരത്തെ നമുക്കറിയാം ലേറ്റ് ഫീ, വൈകി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് ഒരു റിട്ടേണ് 10,000 രൂപ വെച്ച് അടച്ച എത്രയോ വ്യാപാരികളുണ്ട്. അവർ നിയമത്തെ അനുസരിക്കുകയാണ് ചെയ്തത്. പിന്നീട് വന്ന മാറ്റം അനുസരിച്ച് ആ ലൈറ്റ് ഫീ എല്ലാം എടുത്തു കളയുകയും കേവലം 500 രൂപയായിട്ട് ക്യാപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്തപ്പോൾ ഈ പൈസ അടച്ചവന് ഒരു റിലീഫ് കൊടുക്കാൻ ഗവൺമെൻറ് ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ തന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 128A പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 17, 18 മുതൽ 19, 20 വരെയുള്ള സെക്ഷൻ 73 പ്രകാരമുള്ള ഡിമാൻഡുകൾ നോട്ടീസോ ഓർഡറോ ആണെങ്കിൽ പോലും നിങ്ങൾ അതിൻ്റെ ടാക്സ് എലമെൻ്റ് അടച്ചാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റും പെനാൽറ്റിയും ഒഴിവായി കിട്ടും. അത് 2025 മാർച്ചിനുള്ളിൽ അടച്ചാൽ മതി. ഇപ്പം ഇത് ആർക്കാ ബാധകമാവുക? ഒരിക്കലും ഈ ഓർഡർ വന്നിട്ടും അനുസരിക്കാതെ ടാക്സ് അടയ്ക്കാതെ ഇതിനെല്ലാം ചലഞ്ച് ചെയ്ത് നിൽക്കുന്നവർക്ക് മാത്രമേ ആ ബെനിഫിറ്റ് ഉള്ളൂ. അപ്പോൾ ഈ ഗവൺമെൻറ് കൊടുക്കുന്ന ഈ മെസ്സേജ്, ഇപ്പോൾ 16/4 ഒരു ഇളവ് കൊടുത്തു. നിങ്ങൾ 2021 നവംബർ 30 വരെ എടുത്ത ഇൻപുട്ടിന് അംഗീകാരം കൊടുക്കുകയാണ്. ഇതില്ലാതെ എത്രയോ പേര് പൈസ അടക്കേണ്ടി വന്നു. ഒരു ദിവസം വൈകിയവർ വരെ
ലക്ഷക്കണക്കിന് രൂപ മുതലും അതിൻ്റെ പലിശയും അതിൻ്റെ പുറത്ത് വലിയ പെനാൾട്ടിയും അടച്ചവരുണ്ട്. അവരെല്ലാം വിഡ്ഢികളായി. അല്ല, അത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പ്രധാന കാരണം മിക്കവാറും ഈ അസസ്മെന്റ് റിട്ടേൺ ഫയൽ, ഒരു വർഷത്തെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് 6 വർഷത്തിന് എടുക്കുമ്പോഴാണ് ഇവർ ആ ടൈം ബാർ വെച്ചിട്ടാണ് നോട്ടീസുകളും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഡിപ്പാർട്ട്മെന്റിന്റെ സംവിധാനത്തിലുള്ള ഒരു അതേ സമയത്ത് തന്നെ ആ റിയൽ ടൈമായിട്ട് തന്നെ ഒരു അസസ്മെന്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയം വളരെയധികം ലഘൂകരിക്കാനും ഈ ലിറ്റിഗേഷൻസ് എല്ലാം കുറക്കാൻ ഉള്ള ഒരു സാഹചര്യം ആയിരിക്കുമല്ലേ? അത് ഇപ്പോഴത്തെ ഒരു പ്രശ്നത്തിന്റെ ഒരു പ്രധാന കാരണം അതായിരിക്കുമോ? അത് ഇപ്പോഴും നമ്മൾ 7 വർഷം എത്തി എന്ന് പറയുമ്പോഴും ഓൾ ഇന്ത്യ ബേസിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും കേരളത്തിൽ അത് വളരെ രൂക്ഷമായിരുന്നു. കാരണം വെച്ചാൽ 2017 മുതൽ നിയർലി 2019 വരെയുള്ള വിലപ്പെട്ട 17, 18, 19, 20 വരെ ഈ പീരീഡിലെല്ലാം തന്നെ കേരളത്തിലെ GST ഉദ്യോഗസ്ഥരോട് നിങ്ങൾ പഴയ വാറ്റ് നിയമത്തിലെ അസസ്മെൻറ്റുമായിട്ട് പോയാൽ മതി, GSTയിലെ ലോസൊക്കെ സെൻട്രൽ ഗവൺമെൻറ് തരുമെന്ന് പറയുകയാണ് ഉണ്ടായത്. അത് അതിൻ്റെ പൊളിറ്റിക്കൽ സൈഡോ അല്ലെങ്കിൽ എന്തോ ആവട്ടെ, പക്ഷേ എന്താ നെറ്റ് റിസൾട്ട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് അലർട്ടായി അതിനനുസരിച്ച് സജ്ജമാവുന്ന അവസാന സെക്കൻഡ് വരെ ഗവൺമെൻറ് അതിനു വേണ്ടി ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി എന്നുള്ളൊരു പ്രശ്നം. ഇപ്പോൾ തന്നെ വാറ്റ് ഓഡിറ്റ് വിങ് വന്നിട്ടും ഇന്നും ആ ഓഡിറ്റിൽ കണ്ടെത്തിയ പൈസ, ഒബ്സർവേഷനിൽ കണ്ടെത്തിയ പൈസ എങ്ങനെ റെമിറ്റ് ചെയ്യണമെന്ന് ഇന്നും ഉദ്യോഗസ്ഥർക്ക് വരെ അറിയില്ല. ഭീകരാവസ്ഥയാണ്. ഇപ്പോൾ 7 വർഷമായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് 15 വർഷമായാലും ഇത് തന്നെ അവസ്ഥ ഉണ്ടാവുള്ളൂ. കാരണം അനാവശ്യമായ ഡിലേ ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾ ഇന്ത്യ ബേസിൽ തന്നെ നമുക്ക് പറയാം, നോട്ടീസുകളൊക്കെ വൈകിയാണ് കൊടുത്തത്. അവസാന സെക്കൻഡിൽ നോട്ടീസ് കൊടുക്കുക, കക്ഷികളെ കേൾക്കാതിരിക്കുക, അവസാന നിമിഷം റവന്യൂ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും എഴുതി പിടിപ്പിക്കുക. ഇത്തരം പുതിയ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു വിധി ഓഫീസർ കാണിച്ചിരിക്കുന്ന 30/4, 18-19 തീരെയാണ്. അന്നത്തെ ദിവസം കക്ഷിയോട് പോലും ചോദിക്കാതെ, കക്ഷിയെ കേൾക്കാതെ അങ്ങോട്ട് ഓർഡർ ഇറക്കുകയാണ്. പിന്നെ കേസല്ലേ, അപ്പൊ നോക്കാം, ആ കേസ് വരുമ്പോൾ നോക്കാം. അപ്പൊ ഞാൻ റവന്യൂ പ്രൊട്ടക്ട് ഒരു കുഴപ്പമുണ്ട്. ഈ തുകയുടെ പ്രീ ഡെപ്പോസിറ്റ് അയാള് സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് വേണം ഇയാള് എമൗണ്ട് ചലഞ്ച് ചെയ്യാൻ പോകുമ്പോൾ പ്രീ ഡെപ്പോസിറ്റ് വലിയൊരു വിഷയം. അതുപോലെ തന്നെ ഒട്ടനവധി എക്സ്പെൻസസ് വരികയല്ലേ, ഒട്ടനവധി വലിയ എക്സ്പെൻസസ് വരെ. ഇപ്പോൾ അത്തരം പ്രശ്നങ്ങളെ ഒരു പരിധി വരെ ഡീൽ ചെയ്യുന്ന രീതിയിൽ ഈ GST കൗൺസിലിൽ അസസ്മെന്റിന്റെ സെക്ഷൻ, പുതിയൊരു സെക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്തു. സെക്ഷൻ 74A. അപ്പൊ ഇനി മുതൽ 2024-25 റണ്ണിങ് ഇയർ മുതൽ ഇനി 73 എന്ന് പറഞ്ഞ സെക്ഷൻ ഇല്ല, 74 എന്ന് പറഞ്ഞൊരു സെക്ഷനും ഇല്ല. അപ്പൊ നമുക്ക് എന്താണ് 73, 74? എന്തെങ്കിലും ഒരാൾ നികുതി അടയ്ക്കണതിൽ കുറവ് വരികയോ അല്ലെങ്കിൽ അയാൾ തെറ്റായിട്ടുള്ള ഇൻപുട്ട് എടുക്കുകയോ തെറ്റായ റീഫണ്ട് വാങ്ങുകയോ ഒക്കെ ചെയ്താൽ, അത് മനഃപൂർവ്വമല്ലാതെ ചെയ്തതാണെങ്കിൽ സെക്ഷൻ 73 പ്രകാരം ആ എമൗണ്ട് ഡിറ്റർമൈൻ ചെയ്ത് റിക്കവർ ചെയ്യണം. അതായത് അയാൾ ആ തെറ്റ് ചെയ്തത് മനഃപൂർവ്വം, അതായത് ഉള്ളിൽ കുറ്റവാസനയോടുകൂടി നികുതി വെട്ടിക്കണമെന്നുള്ള ഉദ്ദേശം മനസ്സിൽ തീരുമാനിച്ചിട്ട് അത് ഇംപ്ലിമെന്റും കൂടെ ചെയ്തിട്ടുള്ള കേസാണെങ്കിൽ അതിന് സെക്ഷൻ 74 പ്രകാരം അസസ് ചെയ്യണമെന്നായിരുന്നു. അപ്പം എന്താ ഉണ്ടായേ? അത് തന്നെ ആ 2 സെക്ഷനായിട്ട് ഒരു കുറ്റത്തെ വെച്ചപ്പോൾ തന്നെ വിചാരണയ്ക്ക് മുമ്പ് ശിക്ഷ വിധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് എനിക്കൊരു 74 നോട്ടീസ് വരെ, ഞാൻ മനഃപൂർവ്വമാണോ കുറ്റം ചെയ്തത് അല്ലേന്ന് എൻ്റെ ഉള്ളിൽ കയറി ഓഫീസർ മനസ്സിലാക്കും. എൻ്റെ സൈഡ് കേൾക്കണ്ടേ? ഒരാൾക്ക് താൻ ചെയ്ത കുറ്റം 74 താൻ ചെയ്ത കുറ്റം 73 പറയാൻ ഉദ്യോഗസ്ഥന് എന്തധികാരം? കേസിന് നിങ്ങളുടെ റിട്ടേണുകളും ബുക്ക് ഓഫ് അക്കൗണ്ടും നോക്കിയതിൽ നിന്ന് ഇത്ര രൂപ നികുതി അടച്ചതിൽ കുറവുണ്ട്, അല്ലെങ്കിൽ ഇത്ര രൂപ ഇൻപുട്ട് എടുത്തത് കുറവുണ്ട്, ഇത്ര രൂപ റീഫണ്ട് തെറ്റായിട്ട് വാങ്ങിയിട്ടുണ്ട്, ഇത് തിരിച്ചടക്കണം. പക്ഷേ ഈ കുറ്റം നിങ്ങൾ ചെയ്തത് ഇത് നികുതി വെട്ടിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ആണോ അല്ലേന്ന് അറിയണമെങ്കിൽ നോട്ടീസ് കൊടുത്തിട്ട് അതിന് വിശദീകരണം ചോദിക്കണം. പക്ഷെ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന എന്താണ്? ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന എസ്പെഷ്യലി ഡിസ്ക്രിപ്ഷനിലേക്ക് പോവാറുന്നു. അവര് വെരി ഫസ്റ്റ് നോട്ടീസിൽ തന്നെ കുറ്റം നിശ്ചയിച്ചു.
ഇനി ടാക്സിന്റെ വോളിയം നിശ്ചയിച്ചാൽ മതി. ഇപ്പൊ ഇന്റലിജൻസുകാർ കൊടുക്കുന്ന നോട്ടീസൊക്കെ സെക്ഷൻ 74, അങ്ങനെ എവിടെ നിയമമുള്ളത്? എങ്ങുമില്ല. നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് വിൽഫുള്ളായിട്ട് ഇപ്പോൾ ഡാറ്റ അനാലൈസിങ് വർക്കുകൾ റിട്ടേൺ സ്ക്രൂട്ടിനി വിങ് ചെയ്യുന്നുണ്ട്, ഓഡിറ്റ് വിങ് ചെയ്യുന്നുണ്ട്, ഇന്റലിജൻസ് വിങ് ചെയ്യുന്നുണ്ട്. ഒരാളോട് ചോദിക്കണം നിങ്ങളുടെ 2 വർഷത്തെ കണക്കില്ല എല്ലാം തരൂ. അതെടുത്തിട്ട് ഇന്റലിജൻസ് വിങ്ങുകാർ നോക്കിയൊരു മിസ്റ്റേക്ക് കണ്ടുപിടിച്ചാൽ സെക്ഷൻ 74 പ്രൊസീഡിങ്സ്. സ്ക്രൂട്ടിനി വിഭാഗം ഇതേ കുറ്റം കണ്ടുപിടിച്ചാൽ സെക്ഷൻ 73 നോട്ടീസ്. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 74A കൊണ്ടുവന്നപ്പോൾ എന്താ ഉണ്ടായ വലിയ മാറ്റം? 74A കൊണ്ടുവന്നപ്പോൾ പറയുന്നു ഒട്ടനവധി മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഒന്ന്, കുറ്റമൊക്കെ നമുക്ക് പിന്നെ നിശ്ചയിക്കാം. കണ്ട തെറ്റിന് നോട്ടീസ് കൊടുത്തു, അയാളുടെ സൈഡ് കേൾക്കുക. അത് വിൽഫുൾ ആണോ അല്ലേന്ന് അയാൾ പറയട്ടെ, അയാളുടെ കേൾക്കൂ. അപ്പോൾ ഓഫീസർ എന്ത് ചെയ്യണം? നികുതി മാത്രം നിശ്ചയിച്ചാൽ പോരാ, ഓർഡറിൻ്റെ ആദ്യം പ്രിയാമ്പിളായിട്ട് അല്ലെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജിൽ ഓഫീസർ എന്തെഴുതണം? ഈ കുറ്റം മനഃപൂർവ്വമാണ്, മെൻസറിയ ഉണ്ട്, മനഃപൂർവ്വം ഇയാൾ കുറ്റവാസനയോടുകൂടി ചെയ്തതാണ്, എനിക്കത് ബോധ്യപ്പെട്ടു, ഇന്നിന്ന തെളിവുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കേസിനെ ആദ്യം ക്ലാസിഫൈ ചെയ്യണം. അതിനുശേഷം എമൗണ്ടിലേക്ക് അതിനവിടെ അവരവിടെ ഒരു മൈൻഡ് വർക്ക് ചെയ്യണം. ഒരു മെക്കാനിക്കൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പത്തെ ഒരു മെക്കാനിക്കൽ വർക്കാണ്. അതുപോരാ, ഇവിടെ ഒരു ജുഡീഷ്യൽ മാനറിലേക്ക് വരണം. പല ഉദ്യോഗസ്ഥരുടെയും ധാരണ ഞങ്ങൾ ജുഡീഷ്യൽ മാനറിൽ ഞങ്ങൾ എടുക്കണ്ട, ഇപ്പൊ തൽക്കാലം എടുക്കണ്ട, ഞങ്ങൾ ഈ പറയുന്ന മുമ്പിൽ കാണുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഓർഡർ ഇറക്കും, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് അങ്ങനത്തെ ഒരു സംവിധാനം നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന വ്യാപാരികൾ ഈ വലിയ കഷ്ടത്തിലാവുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന സെക്ഷൻ 73 അല്ലെങ്കിൽ സെക്ഷൻ 16 ഒരു ഇതെല്ലാം പഠിച്ചിട്ടൊന്നുമല്ല ഒരു സാധാരണ ഒരു വ്യാപാരിയുടെ തൊഴിലതല്ലല്ലോ. അപ്പൊ ഇതിന് ഈ പറയുന്ന 6 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും വലിയ തുക നോട്ടീസും ഓർഡറും ഒക്കെ ആയിട്ട് വരിക. ഇതേപോലെ പലപ്പോഴും കൃത്യമായ മറുപടി പോലും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അവർക്ക് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അവരെന്താണ് ഇതിനകത്ത് അവർക്കൊരു പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് കുറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ. പിന്നെ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ചർച്ച അതിനും കൂടെ ഉള്ളൊരു പരിഹാരമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള GST മേഖലയിലെ വ്യാപാര സമൂഹം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും അവർ സ്വയം മനസ്സിലാക്കാൻ തയ്യാറാവണം. ഇപ്പോ നമുക്കറിയാം, തമാശയ്ക്ക് പലരും പറയും, പെരുമ്പാവൂർ ചെന്നാൽ സ്കൂളിൽ പോകാത്തൊരു ആള്, വയസ്സായി 70 വയസ്സുള്ള ഒരാൾ കച്ചവടം ചെയ്യണേ, അയാൾ ചിലപ്പോൾ കച്ച് ഭാഷ വരെ സംസാരിക്കും. കാരണം അവിടെ കൂടുതൽ ഹിന്ദിക്കാരുമാണ്, ഗുജറാത്തീസാണ്, അവർ സ്വയം അപ്ഡേറ്റഡ് ആവണേ. ഇവിടെ വ്യാപാരികൾക്ക് ശ്രമിച്ചാൽ വലിയ ലീഗൽ ഇതിലേക്കൊന്നും അല്ലെങ്കിലും താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ കോൺസിക്വൻസസ് ഇന്നതൊക്കെയാണെന്നും അതുവഴി ഇന്ന പോലെയാണ് അതിൻ്റെ സൊല്യൂഷൻസ് എന്നുള്ള മിനിമം നോളജ് ഒരു വ്യാപാര സമൂഹം നേടിയെടുക്കുക തന്നെ വേണം. അതിനിപ്പം അവർക്ക് അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനോ മറ്റുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ അതിന് പാകത്തിനുള്ള ഒരു ആളെ അവിടെ എൻഗേജ് ചെയ്യേണ്ട. പലപ്പോഴും പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെവലിൽ, അതായത് ഒരു മിഡിൽ ലെവലിൽ മുകളിലേക്കുള്ള സ്ഥാപനങ്ങൾക്ക് അവർക്ക് ഇൻഹൗസ് സംവിധാനങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്കൊരു ഇന്റേണൽ ഓഡിറ്റ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടാവും. ഈ ഇന്റേണൽ ഓഡിറ്റ് സംവിധാനം ഇല്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഈ പറയുന്ന വിവരങ്ങൾ അറിയാവുന്ന ഒരാളെ കൊണ്ട് റിട്ടേൺസ് സമയാസമയങ്ങളിൽ അതിൻ്റെ ടൈം ബൗണ്ട്നെസ് കീപ്പ് ചെയ്തുകൊണ്ടും അതിൽ വേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടും ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ വിഷയങ്ങൾ നമുക്ക് കുറച്ച് പോകാൻ പറ്റും. നേരത്തെ ഇതിനകത്തുള്ളൊരു പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ 6 വർഷം കഴിയുമ്പോഴാണ് ഈ നോട്ടീസ് വരുന്നത്. അപ്പോഴത്തേക്കും ഈ ഡോക്യുമെന്റ്സ് പോലും പലപ്പോഴും പലരുടെ അടുത്തും അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ ഇതിനൊരു കേസ് എന്ന് പറയുമ്പോഴത്തേക്കും അഡ്വക്കേറ്റിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒരു വക്കാലത്ത് ഫയൽ കൊടുക്കും. അദ്ദേഹം അവിടെ മുമ്പേ ഇതുപോലത്തെ സ്വഭാവമുള്ള കേസുകൾക്കിടെ അപ്പോഴും ഈ ആൾ ഡാർക്കിലാണ്. ഇയാളുടെ പ്രശ്നം എന്താണെന്നുള്ള അവിടെയും പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രശ്നം അവിടെ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. അല്ല, മിനിമം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ റിട്ടേണിലുള്ള കോളം എന്തൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഏതൊരു എംപ്ലോയിനെ ഏൽപ്പിച്ചാലും, അത് ടാക്സ് പ്രാക്ടീഷണർ ആവട്ടെ, ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഓഫീസ് ആവട്ടെ, ആര് ചെയ്താലും ഞാൻ പൈസ കൊടുക്കുന്നതാണ്, ഞാൻ നികുതി അടയ്ക്കുന്നതാണ്, ഞാൻ അദ്ദേഹത്തിന് സേവനത്തിന് പൈസ കൊടുക്കുന്ന ആ റിട്ടേണിന്റെ കോപ്പി അതായത് മാസം മേടിച്ച് ഈ ചെയ്തേക്കണതൊക്കെ എന്താണെന്നൊന്ന് നോക്കാനുള്ള ഒരു സംവിധാനം
അത് വേണം. അവിടെയാണ് പ്രശ്നം. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പണ്ട് തുടങ്ങി അതങ്ങനെ ഫോളോ ചെയ്തവരാണ്. നമുക്കൊരു GST തുടങ്ങി വാറ്റൊക്കെ ഉള്ള സമയത്തൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചുകൊണ്ടുള്ള ഒരു ഇതല്ല നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മുടെ സമൂഹം, ഇൻക്ലൂഡിങ് ദ ഓഫീസേഴ്സ്, ആ ഒരു ഇതിൽ നിന്നും മാറിയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെ. അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതേപോലെയുള്ള ഈ വ്യാപാരി സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ഡെസിമിനേഷൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇപ്പം പല വിഷയങ്ങളിലും സർക്കാർ തലത്തിൽ തന്നെ ഉള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് GST പ്രാക്ടീഷണേഴ്സിന് അല്ലെങ്കിൽ വ്യാപാരികളൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ ആളുകളാണ് ഇതിൽ തയ്യാറായി വരുന്നത് തന്നെ. അപ്പോൾ ആ ഒരു വിഷയത്തിനകത്ത് ശരിക്കും കുറച്ചും കൂടെ പ്രൊയാക്റ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു വിഷയം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുന്നതാണ് എനിക്ക്. തീർച്ചയായിട്ടും ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഇപ്പൊ കണ്ടുവരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇവർ ആദ്യ സമയത്ത് കുറെ ക്ലാസ് കൊടുത്തു. അന്ന് ഉദ്യോഗസ്ഥർക്ക് ഇതെന്താണെന്നറിയില്ല. ആ ഉദ്യോഗസ്ഥരാണ് വന്നിട്ട് വ്യാപാരികളെ പഠിപ്പിക്കാതിരിക്കുന്നത്. അത് സത്യത്തിൽ വ്യാപാരികളുടെ ഇടയിൽ മടുപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഡിറ്റോ കോപ്പികൾ കേട്ടുകൊണ്ട് അതൊന്നും ജീവിതത്തിൽ ഒരു ഗുണവും ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ റിട്ടേൺ ഫയലിങ്ങിൻ്റെ അകത്തും ഇപ്പം ജനറലായിട്ട് കണ്ടുവരുന്ന ഡിസ്ക്രിപ്പാൻസീസ് എന്തൊക്കെയാണ്, അതിൻ്റെ അകത്ത് ആളുകളുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ വ്യാപാരികളെ പഠിപ്പിക്കേണ്ടത്. ആ സമയത്ത് അത് പഠിപ്പിക്കുന്നില്ല. ഇപ്പം ചെയ്യുന്ന എന്താ, ഇപ്പോൾ പുതിയൊരു ആംനസ്റ്റി വന്നു, അല്ലെങ്കിൽ പുതിയൊരു സോഫ്റ്റ്വെയർ വന്നു, അതിൻ്റെ ക്ലാസ് എടുക്കും. അത് വേണ്ടാന്നല്ല, പക്ഷെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വലിയ സംവിധാനമുള്ളവർക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യപ്പെടുന്നത് സാധാരണക്കാരാണ്. ഈ ബഹുഭൂരിപക്ഷം പറഞ്ഞ ഈ സാധാരണക്കാരുടെ അവരെ കറക്റ്റായിട്ട് അവരെ എലിവേറ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ഈ അപ് ടു ഡേറ്റ് ചേഞ്ചസ്, ഈ ചേഞ്ചസ് ഇപ്പോൾ ഒരു 1A വന്നിട്ടുണ്ട്, GSTR 1A വന്നിട്ടുണ്ട്, അത് പ്രകാരം നിങ്ങൾക്ക് GSTR 1 ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ അടുത്ത 3-4 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല. അതുകൊണ്ടുള്ള ഗുണം എന്താണ്, മുമ്പ് ഇതുകൊണ്ടുണ്ടായിരുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ട് ഇത് നിങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് അവന് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ കൊടുക്കണം. അപ്പോൾ ഉദ്യോഗസ്ഥരെ പഠിപ്പിച്ചെടുക്കുന്നത് പോലെ തന്നെ ഈ ടാക്സ് പെയർ മേഖലയിൽ ആവശ്യമായ എന്താ പറയുക, ഒരു വാഹനത്തിന്റെ 2 ചക്രങ്ങളെ പോലെ ഉദ്യോഗസ്ഥരെയും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. മീൻ ടൈമിൽ തന്നെ വ്യാപാര സമൂഹത്തെയും എൻ്റയർലി വേണമെന്നില്ല, ഒരു ആവശ്യപ്പെടുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം കാരണം ഇപ്പം ഞാൻ എറണാകുളത്തിരിക്കുന്നു, കോഴിക്കോട്, കാസർഗോഡ്, തിരുവനന്തപുരം, കൊല്ലത്തു നിന്നൊക്കെ പലരും ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു. നിസാരം മുതൽ വലിയ ചോദ്യങ്ങൾ വരെയുണ്ട്. അപ്പം ഇവർക്കൊക്കെ അതാത് തലങ്ങളിൽ അതൊന്ന് പരിഹരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം, അത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അത് ആ ഒരു വിഷയം നിൽക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഇൻ ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരു സാധാരണ ഒരു ആൾക്കാർ നോട്ടീസ് വരികയാണെന്ന് വെച്ചോ. ഈ നോട്ടീസ് വന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് പാനിക് ആവുകയാണ്. അയാൾക്ക് ആകെ കൂടി ചിലപ്പോൾ ടേൺ ഓവർ ഒരു 10 ലക്ഷം രൂപയാണെങ്കിൽ ഇയാൾക്ക് ഡിമാൻഡ് വന്നിരിക്കുന്നത് ഏകദേശം അത്ര അടുക്കാൻ തന്നെ പലിശയും ഇതെല്ലാം ചേർത്ത്. ഇത് കാണുമ്പോൾ തന്നെ ആളങ്ങോട്ട് പാനിക് ആവണം. ഈ നോട്ടീസ് നേരത്തെ പറഞ്ഞ പോലെ ഒരു മെക്കാനിക്കൽ ലൈനിൽ എടുത്താണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നോട്ടീസ് വന്നു കഴിയുമ്പോഴത്തേക്കും അയാൾ എന്താണ് അതിനകത്ത് അയാൾ എടുക്കേണ്ട, അതായത് ഒരു നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അയാൾ മിനിമം നോക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഏറ്റവും സുപ്രധാനമായിട്ട് നോക്കേണ്ടത്. ഇപ്പം നമ്മൾ എന്ത് കണ്ടു കഴിഞ്ഞാലും പാനിക്കായിട്ട് കാര്യമില്ല, പരിഹാരമാണല്ലോ വേണ്ടത്. ഇപ്പോൾ ഒരു GST നോട്ടീസ് കിട്ടിയാൽ ആദ്യം നോക്കേണ്ടത് ഇവർ എന്ത് സെക്ഷനാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് 73 ആണോ 74 ആണോ, അത് ഇന്റലിജൻസിന്റെ വിഭാഗത്തിലാണേലും ഏത് സെക്ഷനാണ് എനിക്കെതിരെ ഞാൻ ചെയ്ത തെറ്റെന്താണ്, അതുപോലെ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിലുള്ളതാണോ അല്ലയോ, ഇതിൻ്റെ കാൽക്കുലേഷൻ ശരിയാണോ, ഇവിടെ ഡ്യൂപ്ലിക്കേഷൻ സംഭവിച്ചിട്ടുണ്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ അടുത്ത ദിവസം ഒരു ഓർഡർ കണ്ടാണ്, നോട്ടീസാണെങ്കിലും രസമുണ്ട്. നോട്ടീസിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൊത്തം GSTR 1 ടേൺ ഓവർ GSTR 3B വെച്ചിട്ട് ഷോർട്ട് പേയ്മെൻറ്റ് എൻ്റയർ എമൗണ്ടിനും ഷോർട്ട് പേയ്മെൻറ്റിന് ആദ്യം ഡിമാൻഡ് വെച്ചു, അതിൻ്റെ ഇൻട്രസ്റ്റും പെനാൽറ്റിയും വെച്ചു. അടുത്ത കൊറി
TDS നോക്കിയപ്പോൾ ഇത്രയും രൂപയുടെ ടേൺ ഓവർ ഉണ്ട്, അത് നിങ്ങളുടെ എങ്ങും കാണിച്ചായിട്ട് കാണില്ല, അതും കൂടി ഇതിൻ്റെ കൂടെ കൂട്ടി. ക്രെഡിറ്റ് വന്നേക്കണല്ലേ TDS? അല്ല, TDS ഇയാൾക്കൊരു ഔട്ട്വേർഡ് ടേൺ ഓവർ സ്ഥാപനമായിട്ടുണ്ടാവും. അതും കൂടെ ചേർന്നിട്ടാണ് ഈ എൻ്റയർ ടേൺ ഓവർ. ഞാൻ പറഞ്ഞു തന്നെ. അപ്പൊ പറയുന്നത് അതൊക്കെ താൻ വിശദീകരിക്കും. ഇതാണ് സിമ്പിൾ. ഇപ്പൊ സെക്ഷൻ ഇൻപുട്ട് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ TDS പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ ഓർത്തത്. ഈ TDS പലപ്പോഴും ഏതെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുമ്പോഴത്തേക്കും അവര് ഒരു TDS പിടിച്ചിട്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യുക. അപ്പൊ ഈ TDS ഇവർക്ക് ഇൻപുട്ട് എടുക്കാനായിട്ട് ഇവരുടെ പോർട്ടലിൽ വന്ന് കിടക്കുന്നുണ്ടാവും. ഇത് പലരും സമയാസമയങ്ങളിൽ അത് ഇവർക്ക് കിട്ടേണ്ടതാണ്, അതുപോലും പലരും വിട്ടുപോകുന്നുണ്ടെന്നുള്ളതാണ് അറിവില്ലായ്മ മാത്രം. അപ്പൊ ഇങ്ങനത്തെ ധാരാളം മേഖലകള് ഇപ്പോഴും എന്താ പറയുക ഒരു ഇതായിട്ട് നിൽക്കുകയാണ്, ഡാർക്കിൽ നിൽക്കുകയാണ്. അതിന് ആ കാര്യങ്ങളെ കുറിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു അവയർനെസ് കൊടുത്ത വ്യാപാരി സമൂഹത്തിനും ബെനിഫിറ്റ് ആണ്, ഡിപ്പാർട്ട്മെന്റിനും ബെനിഫിറ്റ് ആണ്. ഈ TDS ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതിൽ നല്ലൊരു ശതമാനം വർക്ക്സ് കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വരിക. അപ്പോൾ ഒരുപാട് ബേസിക് കാര്യങ്ങൾ അറിയണം. കാരണം ഇത് GST പഴയ ടാക്സ് നിയമങ്ങൾ, എല്ലാ ടാക്സ് നിയമങ്ങളിൽ നിന്നും GSTയെ വ്യത്യസ്തമാക്കുന്നത് GSTയിൽ കിങ് എന്ന് പറയുന്നത് ഇൻവോയ്സ് ആണ്. ഇൻവോയ്സ് ഇല്ല, ഏത് ടേൺ ഓവറിന് റോള് പുറയിലുള്ളൂ, ആദ്യം ചോദിക്കുന്ന ഇൻവോയ്സാണ്. ഒരു ട്രാൻസാക്ഷൻ പറഞ്ഞാൽ വിച്ച് ഇൻവോയ്സ്, അതിൽ ക്രെഡിറ്റ് നോട്ട് വന്നാൽ വിച്ച് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട് വന്നാൽ വിച്ച് ഇൻവോയ്സ്, പേയ്മെൻറ്റ് വന്നാലും റീഫണ്ട് വന്നാലും വിച്ച് ഇൻവോയ്സ്. ഇപ്പോൾ ഇൻവോയ്സ് ആണ് ഇവിടുത്തെ പ്രധാനം. അപ്പോൾ എന്താ സംഭവം, ഒരു വർക്ക്സ് കോൺട്രാക്റ്റിലെ പാറ്റേൺ എന്താ, ഒരു വർക്ക്സ് കോൺട്രാക്റ്റിൽ ഒരു വശത്ത് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ 2% TDS കട്ട് ചെയ്യുന്നു. അപ്പോൾ ആ TDSൻ്റെ കോളത്തിൽ ഇപ്പോൾ അത് കിടപ്പുണ്ട്. പേയ്മെൻറ്റ് കിട്ടി, ആ TDSൻ്റെ റിട്ടേൺ ഫയൽ ചെയ്ത് ആ എമൗണ്ട് തൻ്റെ ക്യാഷ് ലെഡ്ജറിലേക്ക് മാറ്റേണ്ടത് വ്യാപാരിയുടെ കടമയാണ്. ഇനി ഉദ്യോഗസ്ഥരുടെ കടമ എന്താ, ഈ ഒരു കോൺട്രാക്റ്റ് എമൗണ്ട് തുടങ്ങിയാൽ അയാൾക്ക് അഡ്വാൻസ് കിട്ടും. അയാൾക്ക് ചിലപ്പോൾ 3 മാസങ്ങളിലായിട്ട് അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ 3 മാസം അഡ്വാൻസ് കിട്ടുമ്പോഴും അവർ TDS കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫൈനൽ പേയ്മെൻറ്റ് വരുമ്പോൾ വേറെ ചിലപ്പോൾ പിറ്റത്തെ വർഷമായിരിക്കും ഫൈനൽ പേയ്മെൻറ്റ് വരുന്നത്. ഇയാൾ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യണത് പിറ്റത്തെ വർഷമായിരിക്കും. അപ്പോൾ അതാത് മാസത്തിലെ അഡ്വാൻസ് കിട്ടിക്കഴിയുമ്പോൾ അയാൾ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നില്ല, മറിച്ച് GSTR 1 GST അടക്കാൻ ബാധ്യസ്ഥനാണല്ലോ. GSTR 1 അതിന് കോളമുണ്ട്. അപ്പൊ അഡ്വാൻസ് റിസീവഡിൽ അയാൾ ഇത് കാണിക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി 3Bയിൽ അത് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഓരോ മാസം അടച്ചു പോയത് അവസാനം ഇൻവോയ്സ് ഫർണിഷ് ചെയ്യുന്ന മാസം വരുമ്പോൾ ചിലപ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലായിരിക്കും അയാൾ അപ്പം ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ 1 കോടി രൂപ ടേൺ ഓവർ അതിൻ്റെ ടാക്സ് GSTR 1 വന്നു. അടിയിൽ അഡ്വാൻസസ് അഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞൊരു കോളമുണ്ട്, അത് ഒരു ഉദ്യോഗസ്ഥനും നോക്കുന്നില്ല. ഈ 1 കോടി രൂപയുടെ നികുതി ഞാൻ കഴിഞ്ഞ വർഷം പല മാസങ്ങളായിട്ട് GSTR 1 3Bയിലൂടെ അടച്ചത് ഇതാണ്, അത് കഴിച്ച് ബാക്കി ഞാൻ ഇപ്പം ചെറിയ പൈസ അടക്കണുള്ളൂ. ഉടനെ നോട്ടീസാണ്, നിങ്ങളുടെ GSTR 1 1 കോടി രൂപ ടേൺ ഓവർ ഉണ്ട്, പക്ഷേ നിങ്ങളുടെ 3Bയിൽ ടാക്സ് ഇല്ല. അപ്പൊ ഇതുപോലുള്ള നോട്ടീസുകളാണ് വരുന്നത്. അപ്പൊ ആരൊക്കെ പഠിക്കണം? ഒന്ന് ഉദ്യോഗസ്ഥൻ പഠിക്കണം, മറ്റൊന്ന് വ്യാപാരി പഠിക്കണം. ഇത് കൂടാതെ ഈ TDS എഫക്റ്റ് ചെയ്യുന്ന അവാർഡർ പഠിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു ഇതിന്റെ കോൺസിക്വൻസസ് ആയിട്ട് എന്തൊക്കെ പറ്റുന്നു? അവാർഡർക്ക് നോട്ടീസ്, കോൺട്രാക്ടർക്ക് നോട്ടീസ്, അപ്പീല്, ബഹളം, ഇതാണ് നടന്നു വരുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഈ കഷ്ടകാലം പിടിച്ച ടാക്സ് പെയർ ആശുപത്രിയിലായി പോവുകയോ ആ സമയത്ത് ഈ നോട്ടീസ് കാണാതിരിക്കുകയോ അതുമല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ടന്റ് ആശുപത്രിയിലായി പോവുകയോ അതിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത് കണ്ടില്ലെങ്കിൽ ഇയാള് ഈ കാണാവുന്ന വലിയ എമൗണ്ടിന് സമാധാനം പറയണം. പലപ്പോഴും ഇത് ഓൺലൈനിലാണല്ലോ വരിക. അപ്പൊ ഇത് അഡീഷണൽ നോട്ടീസസ് ആൻഡ് ഓർഡേഴ്സിൽ പോയി പരിശോധിക്കുക, അങ്ങനെ നോട്ടീസസിൽ നോക്കി അതിൽ കണ്ടില്ല, നോട്ടീസ് ഇല്ല. ഇപ്പൊ ഒരു പക്ഷെ ഈ അടുത്തായിട്ട് ഒരു വരുന്നുണ്ട്, നമുക്ക് അലേർട്ടായിട്ട് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഒരു അലേർട്ട് വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചേഞ്ചസ് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ അവെയർ ആണെങ്കിൽ ഇതൊക്കെ അറിയുള്ളൂ. എത്ര സിമ്പിളാണ് നിയമം എന്ന് പറഞ്ഞാലും അവയർനെസ് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ഈ അവയർനെസ് ഇപ്പൊ GST കൗൺസിൽ എന്തൊക്കെ വന്നാലും അത് ഒരു ക്രിമിലെയറിൽ ഒതുങ്ങി നിൽക്കരുത്. ഞാൻ പറഞ്ഞു പറഞ്ഞത് മറ്റേ അഡ്വക്കേറ്റ് വിങ്ങിലും ടാക്സ് പ്രാക്ടീഷണർമാരുടെ വിങ്ങിലും അതല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരുടെ വിങ്ങിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതായി പോകരുത്. ഇപ്പൊ വ്യാപാര സമൂഹത്തിന്റെ ഒരു വോയിസ് ക്ലിപ്പ് കേരളം മുഴുവനും നടക്കുന്നുണ്ടായിരുന്നു.
ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു 60% ശരിയാണ്, 40% മണ്ടത്തരമാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ ഡൽഹിയിൽ പോയി സമരം ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന ആനുകൂല്യം വന്നിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം വോയിസ് ഇട്ടിട്ടുള്ളത്. പക്ഷെ അത് പൂർണ്ണമായിട്ടും ശരിയല്ല. അപ്പം അത്തരത്തിൽ നമ്മൾ ചെയ്യാതെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിൻ്റെ എല്ലാ വ്യാപ്തിയിലും മനസ്സിലാക്കിക്കൊണ്ട് അത് താൻ റെപ്രസെൻ്റ് ചെയ്യുന്ന മേഖലയിൽ അതിൻ്റെ ഒരു വെളിച്ചം എത്തിക്കാനും അതിൻ്റെ ഒരു അതിൻ്റെ ഗുണഫലം വ്യാപാരികൾക്കും മറ്റ് ആളുകൾക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കേണ്ടത്. അതാണ് ഒരു കാര്യം. പിന്നെ മറ്റൊന്ന്, ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഇതുവരെ ഇറങ്ങാത്ത ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പോൾ ഈ സെക്ഷൻ 16(4) ആണ് ഇവിടുത്തെ ഒരു ബേണിംഗ് ഇഷ്യൂ. അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് കേസുകളാണ് ഇന്ത്യയിൽ കോടതികളിലും അപ്പലേറ്റ് അതോറിറ്റിയിലും കിടക്കുന്നത്. നല്ലൊരു ശതമാനം മറ്റേ ഓർഡർ ആക്കാതെ ഓഫീസർമാർ പെൻഡിങ്ങും വെച്ചിരിക്കുകയാണ്. ഇവരെല്ലാം ഫൈനൽ നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ആക്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പം 16(5) വന്നു എന്ന് പറഞ്ഞാൽ ആക്ച്വലി വന്നോന്ന് വെച്ചാൽ ഇല്ല, ബില്ലായിട്ടുണ്ട്. അപ്പം ഇതിന് അനാവശ്യമായ ഡിലേ വരുന്നു. അതായത് ജൂൺ മാസം 22-ാം തീയതി പ്രപ്പോസ് ചെയ്ത GST കൗൺസിൽ തീരുമാനം ജൂലൈ 22, ഓഗസ്റ്റ് 22 ആയാൽ പോലും വെളിച്ചം കാണാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് വളരെ ദുരൂഹമായിട്ട് വളരെ കഷ്ടപ്പാടിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയാണ്. എന്താ സംഭവം? ഇപ്പോൾ ഒരു ഗതിയില്ലാത്ത പലരും വീണ്ടും അപ്പീൽ പോവുകയാണ്. കാരണം ഇനി അഥവാ എൻ്റെ അപ്പീൽ ഫയൽ ചെയ്യേണ്ട 90 ദിവസം കഴിഞ്ഞു പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ GST കൗൺസിൽ തീരുമാനം കാത്തിരുന്നു. ആ GST കൗൺസിൽ തീരുമാന പ്രകാരം 90 ദിവസത്തിനകം അപ്പീൽ ഫയൽ ചെയ്യേണ്ട സമയവും കഴിഞ്ഞു പോയാൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ ബെനിഫിറ്റ് വന്നിട്ടും പ്രീ ഡെപ്പോസിറ്റ് കെട്ടിവെച്ച് അപ്പീൽ പോകുന്ന ഒരു സാഹചര്യം വരെ ഇന്ന് നിലവിലുണ്ടെന്ന് വേണം കാണാൻ. ഇന്നത്തെ ഈ ഡിസ്കഷനിൽ നമുക്ക് അത്യാവശ്യം ഇപ്പോഴത്തെ GSTയുടെ അവസ്ഥയും അത് എങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടണമെന്നും ഇപ്പോഴത്തെ എന്തെല്ലാം ആണ് ആളുകൾ നേരിടുന്ന വിഷയങ്ങളെന്നുള്ളത് ഏകദേശം നമ്മളൊരു ഇത് കവർ ചെയ്തെന്ന് ഞാൻ കണക്കാക്കുന്നത്. അപ്പം ഇതിന് ഇത്രയും ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഞാനൊരു കൺക്ലൂഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിമം GSTയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ GST റിട്ടേൺ ഫയലിംഗ് സംവിധാനത്തിൽ ഇപ്പോൾ നിലവിലുള്ള സംവിധാനം എന്താണെന്നുള്ളതും ഉദ്യോഗസ്ഥ തലത്തിലും റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്ന ഇൻഹൗസ് സ്റ്റാഫാണെങ്കിലും അല്ലെങ്കിൽ പ്രാക്ടീഷണേഴ്സ് ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഓഫീസിലാണെങ്കിലും അവർക്ക് നല്ലൊരു അവയർനെസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് പരിശോധിച്ച് അതിനുള്ള അപ്ഡേഷൻസ് എല്ലാ മേഖലയിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം വിഷയങ്ങൾ, പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ 6 വർഷം കഴിഞ്ഞിട്ടുള്ള ആ ടൈം ബാർ വെച്ചുകൊണ്ടുള്ള ഓർഡേഴ്സും നോട്ടീസും എന്നുള്ള ഒരു ഇതിൽ നിന്ന് മാറ്റം വന്ന് പിന്നെ GST കൗൺസിൽ വലിയ GST ട്രൈബ്യൂണൽ വലിയ താമസം കൂടാതെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെയും കൂടെ ബെനിഫിറ്റും കൂടി വരുമെന്ന് പ്രതീക്ഷിക്കാം. അതെ, രണ്ട് കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നോട്ടീസുകളുടെ സ്വഭാവത്തിൽ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഇപ്പോൾ സെക്ഷൻ 74 പണ്ട് പറഞ്ഞത് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ് മുതൽ 5 വർഷം വരെ കണക്ക് വിളിക്കാമെന്നായിരുന്നു. ഇപ്പോൾ പുതിയ സെക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം 42 മാസമാക്കി കുറച്ചു. 3.5 വർഷം. 3.5 വർഷത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്ത് 3.5 വർഷത്തിനുള്ളിൽ നോട്ടീസും ഓർഡറും ഒക്കെ വരണം. നോട്ടീസ് കൊടുത്താൽ 12 മാസത്തിനകം ഓർഡർ കൊടുത്തിരിക്കണം. അങ്ങനെ കുറേ ചേഞ്ചസ് ആ മേഖലയിൽ. അതുപോലെ തന്നെ സെക്ഷനൊക്കെ മനഃപൂർവ്വമാണോ അല്ലേ എന്നുള്ളതൊക്കെ അറ്റ് ദ ടൈം ഓഫ് അഡ്ജൂഡിക്കേഷൻ സമയത്ത് തിരിച്ചറിയാം. പിന്നെ ഇപ്പോൾ പ്രധാനമായിട്ടും ഈ അപ്പീലിൻ്റെ മേഖലയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വലിയൊരു ആനുകൂല്യം, അതിൻ്റെ പ്രീ ഡെപ്പോസിറ്റിൽ ഒരു ഇളവ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിൽ ഇളവ് പ്രഖ്യാപിച്ചു, പക്ഷെ അത് സാധാരണക്കാരന് ഗുണകരമായി വന്നില്ല. ഇപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് അപ്പീൽ ഫയൽ ചെയ്യുമ്പോൾ 10% പ്രീ ഡെപ്പോസിറ്റ് ടാക്സിൻ്റെ കേട്ട അത് ആ 10% എന്ന് പറയുന്ന ബേസിക്കിലൊന്നും യാതൊരു ചേഞ്ചും വരുത്താതെ മാക്സിമത്തിൽ ഡിസ്പ്യൂട്ടഡ് ടാക്സ് 50 ലക്ഷം വരുന്ന കേസുകളിൽ 50 ലക്ഷം അടയ്ക്കേണ്ട പ്രീ ഡെപ്പോസിറ്റ് 10% 50 ലക്ഷം. ആ 10% എന്നുള്ളത് 40 ലക്ഷമായിട്ട് കുറച്ചു. അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് സാധാരണക്കാർക്ക് ആർക്കും ആയിരിക്കില്ല.
അതേസമയത്ത് ഈ പ്രീ ഡെപ്പോസിറ്റ് എമൗണ്ട് പോലും കെട്ടാൻ പറ്റാത്ത അപ്പീൽ പോകാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് ഇവിടെ സാധാരണക്കാരൻ. ഒരു ബെനിഫിറ്റ് ആ മേഖലയിൽ വരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് 10% പ്രീ ഡെപ്പോസിറ്റ് എന്നുള്ളത് ഒരു 7.5% ബേസിക്കലി കുറവ് ചെയ്തിരുന്നെങ്കിൽ അത് വ്യാപാര സമൂഹത്തിന് നല്ലൊരു ശതമാനം വിഭാഗത്തിന് അത് ഗുണകരമായിരുന്നു. ട്രിബ്യൂണലിലാണേലും ഇത് തന്നെ സംഭവം. 100 ലക്ഷം എന്നുള്ളത് കൊണ്ടുവന്ന് 40 ലക്ഷമായിട്ട് കുറച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാന ഭാഗത്തിൽ ഇപ്പോൾ അവിടെ 20-10 ആയിട്ടുണ്ട്. ട്രിബ്യൂണലിൽ പോകുമ്പോൾ 20 പ്രീ ഡെപ്പോസിറ്റ് എന്നുള്ള 10 ആയിട്ടുണ്ട്. പക്ഷേ ആ ഫസ്റ്റ് അപ്പലറ്റ് അതോറിറ്റിയുടെ മുമ്പിൽ ഫയൽ ചെയ്യുന്നിടത്ത് ആ ഒരു ബെനിഫിറ്റ് വന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പകരം റേറ്റ് ഒന്നും കൂടി കുറച്ചേർന്നെങ്കിൽ എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ്. അതവിടെ ഒരു 7.5% കെട്ടിവെക്കും എന്ന് പറഞ്ഞാലോ 5% കെട്ടിവെക്കും എന്ന് പറഞ്ഞാലോ അത്രയും, കാരണം അത്രയും ഡിസ്പ്യൂട്ടുകൾ നിൽക്കുന്നു. അത് തീരുമാനം എടുക്കാനാണല്ലോ അതോറിറ്റി മുകളിലിരിക്കുന്നത്. അപ്പം അതിലേക്കുള്ള എൻട്രി സ്ട്രിക്റ്റ്ലി നിങ്ങൾ 10% കെട്ടണം എന്ന് പറയുമ്പോൾ നല്ലൊരു ശതമാനം വ്യാപാര സമൂഹത്തിന് അത് വലിയൊരു പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പം ഈ ലേറ്റസ്റ്റ് GST കൗൺസിൽ വന്ന മാറ്റങ്ങൾ പ്രകാരം വന്നിട്ടുള്ള പലിശയും പെനാൽറ്റി ഒഴിവാക്കിക്കൊണ്ട് 2019-20 വരെയുള്ള വർഷങ്ങളിലുള്ള കേസുകളെങ്കിലും നമുക്ക് ആളുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുകയും ഈ വകുപ്പ് 128A വന്നിട്ടുള്ള പുതിയതായിട്ട് വരുന്ന ഇതനുസരിച്ച് ഉള്ള മാറ്റങ്ങളും, അതായത് നോട്ടീസസും ഓർഡേഴ്സും നിലവിൽ ഉള്ള കേസുകളിലാണെങ്കിലും പലിശ പെനാൽറ്റി സെക്ഷൻ 73 വിൽഫുൾ അല്ലാത്ത കേസുകളിൽ ആണെങ്കിൽ അപ്പൊ ടാക്സ് മാത്രം അടയ്ക്കുകയാണെങ്കിൽ പെനാൽറ്റിയും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കൊള്ളപ്പലിശയാണ് നിൽക്കാം. 18% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നികുതി സമ്പ്രദായത്തിലും ഇല്ല അത്രയും വലിയ നികുതി ഇൻട്രസ്റ്റ്. അപ്പോൾ മുതലിനേക്കാളും കടന്നു പോകുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്. അതൊക്കെ ഒഴിവാക്കി കിട്ടുക എന്നൊന്ന് വലിയൊരു ആനുകൂല്യമാണ്.